24 വെട്ട് വെട്ടിയപ്പോൾ എമ്പുരാനിൽ നിന്ന് സുരേഷ് ഗോപിയെയും വെട്ടി എന്ന് പറഞ്ഞ് ചില ആളുകൾ ആശ്വസിക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞു, ഈ വൃത്തികെട്ട സിനിമയുടെ കൂടെ എൻ്റെ പേരിനി കാണിക്കണ്ട, അത് ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടാണ് സുരേഷ് ഗോപിയുടെ പേര് നീക്കിയത് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും BJP എടുത്തിരിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയുടെ പേര് സുരേഷ് ഗോപിയുടെ ആവശ്യാർത്ഥം സിനിമയിൽ നിന്ന് നീക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് മാറ്റിയത് നല്ല കാര്യമാണ് സുരേഷ് ഗോപി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസർ ചെയ്തതിനെ പറ്റിയിട്ട് എന്തായാലും വിവാദമുണ്ട്. സെൻസർ ഓഫീസർ എന്തായാലും ഹിന്ദു ഒന്നുമല്ല, നജും അങ്ങനെ പേരുണ്ട്. സെൻസർ ചെയ്ത ഓഫീസർ എന്തായാലും ഇതിൽപ്പെട്ട ആളല്ല, എന്തോ തൗഹീദ് വാഹിദ് എന്നൊക്കെയുള്ള പോലത്തെ ഒരു പേര്, നജീബ് പോലത്തെ ഒരു പേരാണ്, എന്തെങ്കിലും ആട്ടെ, സെൻസർ റീജിയണൽ സെൻസർ ഓഫീസർ. അപ്പോൾ ഈ റീജിയണൽ ഡയറക്ടർ സാധാരണഗതിയിൽ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആളാണ്. കാരണം ഒരു സംഗതി സെൻസർ ചെയ്യുമ്പോൾ 5 പേരാണ് ഉണ്ടാവുന്നത്, 4 മെമ്പർമാരും ഈ ഓഫീസറും. ആ 4 പേർക്കൊരു ഫോം കൊടുക്കും. ആ ഫോമിൻ്റെ അകത്ത് ഇവരുടെ അഭിപ്രായം ഇവർക്ക് രേഖപ്പെടുത്താം. അത് കഴിഞ്ഞ് ഈ 5 പേരും കൂടി ചർച്ച ചെയ്യും. പക്ഷേ ചർച്ച ചെയ്യുമ്പോഴും ഈ ഓഫീസർ ഉണ്ടല്ലോ, ഭൂരിപക്ഷം വേണം. നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, ഇതിൽ ഗോത്ര കാണിച്ചില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എടുക്കണമെന്നില്ല. ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറഞ്ഞൊരു സംഗതി, അതിനെയൊക്കെ വെട്ടുന്ന ആളായിരിക്കും ഈ സെൻസർ ഓഫീസർ എന്ന് പറയുന്നത്. സെൻസർ ബോർഡിക്ക് കുറച്ചുകൂടെ അധികാരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാരണം മറ്റ് 4 പേർക്ക് അത്യാവശ്യം ഈ ഹിന്ദുത്വ ബന്ധങ്ങളുള്ള ആളുകളാണല്ലോ. അതിലൊരാളെ എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം, എൻ്റെ ഒരു കൊല്ലം സീനിയറായിട്ട് പഠിച്ചതാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോൾ ഈ സെൻസർ ചെയ്യുന്നതിൽ ഇങ്ങനെ ഇത് മൊത്തം കടത്തിവിടുന്നതിൽ 2 ചെറിയ വെട്ട് മാത്രമല്ലേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. കടത്തിവിടുന്നതിൽ സുരേഷ് ഗോപിയുടെ സഹായമുണ്ടായിരുന്നു എന്നൊക്കെ ഇനി പ്രചാരണം വരാൻ എല്ലാ സാധ്യതയുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയായാലും രക്ഷപ്പെടുന്നതാണ്. കാരണം സുരേഷ് ഗോപി ഇതിന് അങ്ങനെ ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സഹായമൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല എന്ന് മാത്രമല്ല, പൃഥ്വിരാജ് ഈ 900 അഭിമുഖങ്ങൾ പല നഗരങ്ങളിലും നടത്തിയല്ലോ. സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞു. പിന്നെ സിനിമയുടെ ഇതിനകത്തൊക്കെ ഒരുപാട് പേരുടെ പേരുകൾ, പോലെ പേര്, കുറേ സിനിമകളിൽ എൻ്റെ പേര് എഴുതി കാണിച്ചിട്ടുണ്ട്. സമീപകാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അതെ ഒരുപാട് പേരുകൾ ഇങ്ങനെ നന്ദി ഇതൊക്കെ പറഞ്ഞിട്ട് അതിനൊരാളെ ഇവരെ 4-5 പേരെയൊക്കെ PR എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ പോയാലും ആ ഹോട്ടലിൽ പോയെങ്കിൽ ഹോട്ടലിലെ സപ്ലയർ, മാനേജർ, കൗണ്ടർ, എല്ലാവരുടെയും പേര് എഴുതി ഇതൊക്കെ എല്ലായിടത്തും കാണിക്കും. ഏറ്റവും അവസാനം ആരും അത് ശ്രദ്ധിക്കില്ലല്ലോ, പോകുമല്ലോ. അല്ല, പിന്നെ വേറെ കാര്യം, നന്ദി പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചില സിനിമകളിൽ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ ആ സിനിമയുടെ ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ച, ചിലപ്പോൾ നമ്മൾ കഥ കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സഞ്ചരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വരുന്നതുകൊണ്ടൊക്കെയാണ് ചില സിനിമകളിലൊക്കെ എൻ്റെ പേര് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചില നിർമ്മാതാക്കളുടെ ഭാഗമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയൊക്കെ വെക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണ്, പിന്നെ സിനിമാ കമ്മ്യൂണിറ്റിയിൽ ഫെറ്റേണിറ്റിയിലുള്ള ആളാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ പേര്, മമ്മൂട്ടിയുടെ പേര് വെക്കും, മോഹൻലാലിൻ്റെ പേര് വെക്കും. ഇവരില്ലാത്ത സിനിമകളാണ് നന്ദി. ആരുടെ സിനിമ എടുത്താലും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ നന്ദി പറയുന്നത് കാണാം. ഇനിയിപ്പം ഇതിൻ്റെ ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണെങ്കിലും കാണും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും മമ്മൂട്ടിക്കും നന്ദി. ആ നന്ദി പോലും എനിക്കിനി വേണ്ടടാവോ എന്ന് സുരേഷ് ഗോപിയെ കൊണ്ട് പറയിപ്പിച്ചു. സത്യത്തിൽ സുരേഷ് ഗോപി ഈ കൂട്ടത്തിലൊക്കെ ഈ മൊത്തം സിനിമ ഫ്രറ്റേണിറ്റി ഉണ്ടല്ലോ, ആ ആളുകളിൽ നിന്നൊക്കെ വലിയ മാറ്റമുള്ള ആളാണ് സുരേഷ് ഗോപി. കാരണം സുരേഷ് ഗോപിയുടെ കയ്യിൽ ചിലപ്പോൾ കീശയിൽ ഒന്നും വരാത്ത വണ്ണം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഈ അമ്മ എന്നുള്ള സംഘടന ഉണ്ടാക്കിയത് സുരേഷ് ഗോപിയാണ്. എല്ലാവരും പറയുന്നുണ്ട് അമ്മയുടെ രൂപീകരണത്തിൽ സുരേഷ് ഗോപി വഹിച്ച പങ്ക്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാവുന്നപ്പോൾ എത്രയോ വർഷം അമ്മയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു. പിന്നെ ഈ മിമിക്രിക്കാരുടെ സംഘടനയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 20% എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇത് ചുമ്മാ പറഞ്ഞല്ല, അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ ഇത് എപ്പോഴും അദ്ദേഹം ഇപ്പോൾ അഡ്വാൻസ് കിട്ടിയപ്പോഴും അതിൻ്റെ 20% തന്നു. അല്ല, അത് മാത്രമല്ല സാർ, കഴിഞ്ഞ ദിവസം ഉണ്ടായി പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. സുരേഷ് ഗോപി പറഞ്ഞു, ആശാ വർക്കർമാരുടെ സമരമില്ലേ, അതിനുവേണ്ടി ഒരു കൺസോർഷ്യം ഉണ്ടാക്കും, 1 കോടി രൂപ പുള്ളി കൊടുക്കുമെന്ന്. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും കൊണ്ടാടിയില്ല. അദ്ദേഹം എവിടേക്കാണ് പോകുന്നത്? ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ പോയി, ഐബി
അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും അല്ല. സുരേഷ് ഗോപിയുടെ മേഘ മേഘ എന്ന് പറഞ്ഞ മേഘയുടെ 24 വയസ്സുള്ള സുരേഷ് ഗോപിയുടെ വകുപ്പ് എന്ന് പറയുന്നതും പെട്രോളിയം ഒക്കെ അല്ലേ. മറ്റേത് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലോ മറ്റൊക്കെ വരുന്നതാണ്. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് അജണ്ട മാത്രമാണല്ലോ ഉള്ളത്. ഈ അജണ്ട, സ്വാർത്ഥത, പിന്നെ ആ ഭാര്യ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, സുപ്രിയ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് തൻ്റെടി അഹങ്കാരി അല്ലേ, തൻ്റെടി അഹങ്കാരി താൻ തോന്നി. ഇതൊക്കെയാണ് ക്വാളിറ്റീസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ആണിൻ്റെ പുരുഷൻ്റെ മേന്മയായിട്ട് സാധാരണഗതിയിൽ നമ്മൾ പൈതൃകമായിട്ട് കേട്ടിരിക്കുന്നത് വിനയമാണ് പുരുഷൻ്റെ ആഭരണം എന്നാണ്. ഇതൊക്കെ നമുക്ക് കാണാവുന്ന ഒരാളാണ്. അല്ല, അവസാനം ഈ തൻ്റെടി താൻ തോന്നി അഹങ്കാരി ആളറിഞ്ഞ് കളിക്കട എന്ന് പറയുന്ന ആളൊക്കെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പുറത്തിറങ്ങാതെ അമ്മയെ കളത്തിലിറക്കും. അമ്മയെ കളത്തിലിറക്കുന്നു. അമ്മ പറയുന്നു, എൻ്റെ മോന് ഞാൻ മുട്ടയും പാലും കൊടുത്ത് വളർത്തിയത്, ആരാടാ എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കുന്നത്, അവനെ നല്ലതേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ, അവന് അവാർഡ് വേണ്ട. ആര് പറഞ്ഞു അവാർഡ് വേണ്ടെന്ന്? ആര് പറഞ്ഞു? അവാർഡ് എടുത്തേ പറ്റുള്ളത് ആരെങ്കിലും പറഞ്ഞോ? അല്ല, ഞങ്ങൾക്ക് ഒരുപാട് കാശുണ്ട്, പത്മശ്രീ വേണ്ടെന്നും പക്ഷെ അമ്മ പറഞ്ഞില്ല കേട്ടോ. അത് പത്മശ്രീ ആര് കൊടുക്കാൻ? അല്ല, പറഞ്ഞില്ല എന്ന് പറയുമായിരുന്നു. ഞങ്ങൾക്കിതൊന്നും വേണ്ടല്ലോ. ഇത് കൊണ്ട് RSSന് പൃഥ്വിയുടെ ജാതകം അറിയില്ല എന്ന് അമ്മ പറഞ്ഞതോടുകൂടി എന്ത് പറ്റിയെന്നറിയാമോ? മൊത്തം പുറത്തു വന്നു. അതായത് പാൽക്കുളങ്ങര ശാഖയിൽ പോയിരുന്ന 2 പിള്ളേരാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും, തിരുവനന്തപുരത്ത് കുട്ടികളായിരുന്നപ്പോൾ. അത് പാൽക്കുളങ്ങര മോഹൻ എന്ന് പറഞ്ഞ സ്വയം സേവകൻ്റെ 2 കയ്യിൽ പിടിച്ചിട്ടാണ് കുട്ടികൾ ഈ ശാഖയിലേക്ക് കടന്നു ചെന്നത്. ഇത് ഇപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കരമനയിൽ RSSൻ്റെ മീറ്റിങ്ങുകളിൽ എന്താ ഈ ശിക്ഷാവർഗം എന്ന് പറയില്ലേ, ശിക്ഷാവർഗം എന്ന് പറയുന്ന സാധാരണഗതിയിൽ ശരിക്കും കടുത്ത സംഖ്യകൾ മാത്രം പോകുന്ന മീറ്റിങ്ങിൽ ട്രെയിനിങ് പോയ ആളാണ് സുകുമാരൻ. പിന്നെ സത്യം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ നേരത്ത് കുറെ പ്രശ്നമുണ്ട്. സഹായിച്ചത് ആരാ? അതെ, സഹായിച്ചത് ആര്? അന്ന് RSSകാരാണ്. അന്ന് പടികൾ കയറി ചെന്നിട്ട് PP മുകുന്ദനെയാണ് ഈ അമ്മയും മോനും കൂടി കണ്ടത്. PP മുകുന്ദനാണ് അതിന്ന് ഊരി കൊടുത്തത്. ആ ഓർമ്മയുള്ളതുകൊണ്ട് മുകുന്ദൻ എന്ത് ചെയ്തു? മല്ലികാ സുകുമാരന് സെൻസർ ബോർഡ് അംഗത്വം കൊടുത്തു. അടുത്ത തവണ അത് മാറുമ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടാണ്, മറന്നിട്ടാണ് ഈ RSS മറ്റേ RSSന്റെ കൂടെ നിന്നാൽ കാശ് കിട്ടില്ല സാർ. അതില്ല. വിദേശ രാജ്യങ്ങളിൽ കറങ്ങിടക്കാൻ പറ്റില്ല. പറ്റുമോ? അതെ. ഇത് പല ആളുകൾ ഈ സിനിമ കണ്ടിട്ട് വലിയ അഭിപ്രായം പറയുന്നു, കുറെ വിദേശ രാജ്യങ്ങൾ കണ്ടു. അതിന് സഫാരി ചാനൽ കണ്ടാൽ പോരെ, ഇതിലും ഭേദമല്ലേ അല്ലേ? ലോകത്തിലെ ഏത് രാജ്യം കാണണമെങ്കിലും സഫാരിയിലുണ്ട്. ഒന്നാമത് ഈ ജാതകം നോക്കുന്നൊന്നുമല്ല RSSന്റെ പരിപാടി. ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു ആഗോള സാഹോദര്യമാണത്, ഹിന്ദുക്കൾക്ക് വേണ്ടി. മറ്റേതെന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ വായിക്കുകയായിരുന്നേ, ഈ മതമൈത്രി എന്ന് നമ്മൾ പറയുമല്ലോ, ഈ ഇസ്ലാമുമായിട്ടൊക്കെ ചേർന്നൊക്കെ നമ്മൾ നടക്കണമെന്ന് ഈ ഹിന്ദുക്കൾ പറയുമല്ലോ. നമ്മളും മറ്റേ നോമ്പ് നോക്കുന്ന ഒരു MP ഒക്കെ ഇല്ലേ, മറ്റേ TN പ്രതാപനോ മറ്റോ, ഇങ്ങനെ ചില ആളുകളൊക്കെ മകന് മുസ്ലിം പേരിട്ട് മതസൗഹാർദ്ദം പുലർത്തുന്ന ആൾ. അപ്പം ഇന്നലെ ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് സദസ്സിലിരുന്നിട്ട് തിരുത്തുകയാണ്. നിങ്ങൾ പറയുന്ന മതമൈത്രി ഇസ്ലാമിൽ ഷിർക്കാണ്. അതെ, ഇസ്ലാമിൽ മതമൈത്രി എന്ന് പറഞ്ഞ സംഭവമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മറ്റേ കെട്ടുന്നിടത്ത് കാഫിറെ തട്ടാനാ പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. മതമൈത്രി എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിമിനെ ആരിഫ് ഹുസൈനെ തിരുത്തുകയാണ് സദസ്സിൽ നിന്ന് ഉസ്താദ്. അപ്പോൾ ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മതമൈത്രിയുടെ സന്ദേശം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ നടക്കുന്ന ഹിന്ദുക്കൾ എത്ര ഉണ്ണാക്കന്മാരാണല്ലേ. നമ്മൾ ഈദ് മുബാറക്ക്, ആശംസകൾ, ഇങ്ങനെ പലതും പറയാം. ഇങ്ങനൊരു ഇന്നിപ്പോൾ ദേശാഭിമാനി പത്രത്തിൻ്റെ 1-ാം പേജിൽ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു അമ്പലത്തിൽ ഈദ് നമസ്കാരം നടത്തിയിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മുമ്പ് കുറെ കസേരയിട്ടിട്ട് ഒരു അമ്പലത്തിൻ്റെ അകത്ത്, അത് പോട്ടെ, അത് പിന്നെ അവർ പറഞ്ഞ് ആരും ഇല്ലാത്തപ്പോൾ കയറി വന്നതെന്ന് പറഞ്ഞു. ഇതങ്ങനെയല്ല, അമ്പലത്തിൻ്റെ വളപ്പിൽ. അത് ദേശാഭിമാനിക്ക് 1-ാം പേജിൽ 6 കോളം ലീഡ് സ്റ്റോറിയാണ്. അല്ല, മറ്റേ അമ്പലത്തിൻ്റെ മുഴക്കുന്ന
മൃംഗശൈലേശ്വരി. അതെ, അത് മാറ്റിയല്ലോ. അപ്പം ഞാൻ പറയുന്നത് ദേശാഭിമാനി ഒരു കാര്യം ചെയ്താൽ കൊള്ളായിരുന്നു. ഇതേ അമ്പലത്തിൽ വന്ന് ഈദ് നമസ്കാരം നടത്തിയ ആളുകളുടെ മസ്ജിദ് ഉണ്ടാവുമല്ലോ, മോസ്ക് ഉണ്ടാവുമല്ലോ, ആ മോസ്കിന് അടുത്ത ആഴ്ച വരാൻ പോകുന്ന വിഷുവിന് ഒരു വിഷുക്കണി വെച്ചിട്ട് ഇതും റിയൽ കേരള സ്റ്റോറി വീണ്ടും എന്ന് പറഞ്ഞ് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? അതെ, ഒക്ടോബറിൽ വരുന്ന നവരാത്രി ഇല്ലേ, 9 ദിവസം ഒരു മോസ്കിൽ പൂജ. അത് വേണ്ട, 9 ദിവസമൊന്നും വേണ്ട സാർ, ഒരു അടുത്ത ആഴ്ച മതി. വിഷ്ണു വരുന്നു. ഇപ്പൊ ഇന്നലെ ഈദ് നമസ്കാരം നടത്തി, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വിഷു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കണി വെക്കാം. ദേശാഭിമാനിക്ക് അടുത്ത വാർത്തയും കൂടി ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് 2 മറ്റത് ഇൻസൈറ്റ് കൊടുത്തിട്ട് ഒരു വാർത്ത കൂടും വീണ്ടും ചെയ്യാൻ പറ്റും. ഇൻസൈറ്റ് വാർത്തയായിട്ട് കൊടുത്താലോ ഇന്നത്തെ വാർത്ത. സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുന്നില്ല, അവിടെ വലിയൊരു നിലവിളക്ക് വെച്ചിട്ട് സമദാനിയെ വിളിച്ചിട്ട് കൊളുത്താൻ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അതെ, മതമൈത്രിയുടെ ലക്ഷണമാവില്ലേ അത്? പാർട്ടി ചെയ്യട്ടെ. ഏതായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വിഷുവിൻ്റെ പിറ്റേന്ന് ഇറങ്ങുന്ന ദേശാഭിമാനിയിൽ ഇതേ ഈദ് നമസ്കാരം നടത്തിയ മഹല്ലിലെ മോസ്കിൽ വിഷുക്കണി ഒരുക്കി ഹിന്ദുക്കൾക്ക് വിഷുസദ്യ കൂടെ കൊടുക്കുന്നതിൻ്റെ ചിത്രം ദേശാഭിമാനി ഇതേപോലെ വാർത്ത പ്രസിദ്ധീകരിക്കും. ഇൻസെറ്റിൽ ഇന്നത്തെ വാർത്തയും കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 100% ലിറ്ററസി സാർ, ഷിർക്കാണ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.